നമുക്ക് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, ആ അടിമ സ്ത്രീ വന്നുകൊണ്ട് ഈ മഹാനോട് പറഞ്ഞു, തീർച്ചയായും നിങ്ങൾ ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊണ്ട് ഇസ്ലാമിലേക്ക് കൊണ്ടുവരാനായി ഒരാൾക്ക് നിങ്ങൾ ഷഹാദത്ത് ചൊല്ലിക്കൊടുക്കണം. അതിനായി നിങ്ങളെ വിളിക്കാനാണ് ഞാൻ വന്നതെന്നറിയിക്കുകയും അങ്ങനെ ആ മഹാനവറുകൾ ഏറ്റവും നല്ലൊരു കാര്യമാണല്ലോ പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് കടന്നു വരാൻ വേണ്ടിയുള്ള കവാടം തുറന്നു കൊടുക്കാനുള്ളൊരു മഹാഭാഗ്യം ലഭിക്കുന്ന നല്ലൊരു അമലിനാണല്ലോ എന്നെ വിളിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പോവുകയാണെന്ന് തീരുമാനിക്കുകയും അങ്ങനെ ആ വന്ന ജാരിയത്തിനോടൊപ്പം ആ അടിമ സ്ത്രീയോടൊപ്പം ഈ മഹാൻ അങ്ങോട്ട് കടന്നു ചെല്ലുകയും അങ്ങനെ വീട്ടിലേക്ക് പ്രവേശിച്ചപ്പോൾ അങ്ങനെ ഈ മഹാൻ ആ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഓരോ റൂമിലേക്കെന്ന് കയറുമ്പോൾ അതിനു മുന്നിലുള്ള വാതിലടയ്ക്കുകയും അങ്ങനെ ഓരോ വാതിലുകളും അടച്ചുകൊണ്ട് അവസാനം വളരെ സുന്ദരിയായ ഒരു സ്ത്രീയുടെ അടുക്കലേക്ക് മഹാനവറുകൾ കടന്നു ചെല്ലുകയും ചെയ്യുകയാണ്. സഹോദരങ്ങളെ, ആ സ്ത്രീയുടെ അടുക്കൽ ഒരു കുട്ടിയുണ്ട്, അതുപോലെ തന്നെ കള്ളിന്റെ ഒരു പാത്രമുണ്ട്. അതുപോലെ മഹാനവറുകൾ കടന്നു ചെന്ന ആ സ്ഥലത്ത് ഇങ്ങനെ പലതും കാണുകയുണ്ടായി. സഹോദരങ്ങളെ, ഒരു സുന്ദരിയായ സ്ത്രീ, അതുപോലെ തന്നെ കള്ളിന്റെ ഒരു പാത്രം, അതുപോലെ ഒരു കുട്ടിയും അവിടെയുണ്ട്. എനിക്ക് ഷഹാദത്ത് ചൊല്ലിത്തരാൻ വേണ്ടിയല്ല ഞാൻ നിങ്ങളെ ഇവിടെ വിളിച്ചു വരുത്തത്. ഞാൻ നിങ്ങളെ ഇവിടെ വിളിച്ചു വരുത്തിയത് ഞാനുമായി ബന്ധപ്പെടാനാണ്, അല്ലെങ്കിൽ ഈ കുട്ടിയെ നിങ്ങൾ കൊല്ലുവാനാണ്, അല്ലെങ്കിൽ ഈ മദ്യം നിങ്ങൾ പാനം ചെയ്യാനാണ്. സഹോദരങ്ങളെ, ആ മഹാനവറുകൾ പെട്ടുപോയല്ലോ. ആ വീട്ടിലേക്ക് കടന്നു ചെന്നപ്പോൾ ഓരോ വാതിലുകളും അടച്ച് അവസാനം ഈ മഹാനവറുകൾക്ക് രക്ഷപ്പെടാൻ കഴിയാത്ത വിധം ആ സുന്ദരിയായ സ്ത്രീയുടെ സമക്ഷത്തേക്ക് അടുത്തേക്ക് കൊണ്ടെത്തിച്ചപ്പോൾ മഹാനവറുകൾ പെട്ടുപോവുകയാണ്. ഒന്നുകിൽ ഞാനുമായി ലൈംഗിക ബന്ധത്തിൽ നീ ഏർപ്പെടണം, അല്ലെങ്കിൽ ഈ കുട്ടിയെ നീ കൊല്ലണം, അല്ലെങ്കിൽ ഈ മദ്യം നീ കുടിക്കണം. മൂന്നാലൊന്ന് നീ ചെയ്യാതെ നിനക്കൊരു രക്ഷയും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ സഹോദരി ഭീഷണിപ്പെടുത്തിയപ്പോൾ അങ്ങനെ ആ മനുഷ്യൻ അവസാനം ഈ കുട്ടിയെ കൊല്ലുക എന്നുള്ളത് വലിയ പാതകമാണ്, വ്യഭിചാരം വലിയ പാതകമാണ്. ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ എനിക്കിപ്പോൾ മാർഗമായുള്ളത് മദ്യം കുടിക്കലല്ലാതെ മറ്റും ഒന്നുമില്ല എന്ന് മനസ്സിലാക്കി മഹാനവറുകൾ മദ്യം കുടിക്കാൻ തയ്യാറായി. അങ്ങനെ ഒരു കോപ്പ മദ്യം മഹാനവറുകൾക്ക് കൊടുക്കുകയും അത് കുടിക്കുകയും ചെയ്തു. അത് കുടിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ബുദ്ധിയുടെ ലെവല് മാറിപ്പോവുകയാണ്. എനിക്കൊരൽപ്പം കൂടി തരൂ എന്ന് ആവശ്യപ്പെടുകയും അങ്ങനെ ആ മദ്യം രുചിച്ചതിന്റെ പേരിൽ, അതിന്റെ പിന്നാലെ വീണ്ടും മദ്യപിച്ചതിന്റെ പേരിൽ പരിപൂർണമായി ബുദ്ധിയുടെ വകതിരിവ് നീങ്ങിപ്പോയ ആ മനുഷ്യൻ വ്യഭിചാരത്തിനും അവസാനം ആ കുട്ടിയെ കൊല ചെയ്യുന്നതിലും ചെന്നെത്തിയ സംഭവം മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. സഹോദരങ്ങളെ, ഫജ്തനിബുൽ ഖംറ, തീർച്ചയായും നിങ്ങൾ മദ്യപാനം, ലഹരി, അത് നിങ്ങൾ ഒഴിവാക്കുക തന്നെ ചെയ്യണം. ഫഇന്നഹാ ലാ തജ്തമിഉ ഹിയ വൽ ഈമാനു അബദാ, ഒരിക്കലും മദ്യപാനവും ഈമാനും ഒരുമിച്ച് കൂടുകയില്ല. ഇല്ലാ ഔശക അഹദുഹുമാ അൻ യുഖ്രിജ സാഹിബഹു. സഹോദരങ്ങളെ,
ഇത് രണ്ടും കൂടി ഒരുമിച്ച് കൂടി കഴിഞ്ഞാൽ തീർച്ചയായും മദ്യപാനം ഈമാനിനെ കെടുത്തിക്കളയുക തന്നെ ചെയ്യും. അവന്റെ ആഖിബത്ത് മോശമായി പോകും. മദ്യപാനത്തിലൂടെ ഒരു മനുഷ്യൻ എല്ലാ തെറ്റുകളിലേക്കും തിന്മകളിലേക്കും കടന്നു ചെല്ലും. മയക്കുമരുന്നിലേക്കും അതുപോലെ തന്നെ മറ്റെല്ലാ തിന്മകളിലേക്കും വ്യഭിചാരത്തിലേക്കും കൊലയിലേക്കും ഒക്കെ കടന്നു ചെല്ലും. സഹോദരങ്ങളെ, ഈ അടുത്ത് നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന